ഹലോ. പുതിയതായി ഒരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് റോങ് ആയിട്ടുള്ള ആളുകൾ അവർ ഹയർ ചെയ്യും, റോങ് ആയിട്ടുള്ള ആളുകൾ അവർ ജോലിക്കെടുക്കും. അതുമൂലം അവരുടെ സമയവും, അതായത് ബിസിനസ് ഓണേഴ്സിൻ്റെ സമയവും പണവും നഷ്ടം വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഒരാളെ ഹയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുതിയ ബിസിനസ്സിൽ ഒരു സ്റ്റാഫിനെ എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. പിന്നീട് അങ്ങോട്ടുള്ള തലവേദനകൾ ഒരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒറ്റയ്ക്കൊരിക്കലും ഒരു വലിയൊരു ബിസിനസ് ബിൽഡ് ചെയ്യൽ വലിയ പ്രയാസമാണ്. നമുക്ക് ടീം വേണം. ടീമും സിസ്റ്റവും ഒക്കെ ഉണ്ടായാലാണ് ബിസിനസ് നല്ല രീതിയിൽ വലുതായിട്ട് വരുള്ളൂ. അപ്പോൾ തുടക്ക സമയത്ത് നമ്മൾ ഒരു ടീം മെമ്പറെ, ആദ്യത്തെ ഒരു ടീം മെമ്പറെ ഹയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. അതായത് ആറ്റിറ്റ്യൂഡ്, സ്കില്ല്. ഒരാൾക്ക് സ്കില്ല് കുറവാണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരാൾക്ക് സ്കില്ല് കുറവാണ്, ഒരു പ്രത്യേക വിഷയത്തിൽ നിങ്ങളൊരു ഫ്രഷറെയാണ് ഹയർ ചെയ്തത്, ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാളെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഹയർ ചെയ്യണത്. അപ്പോൾ അവർക്ക് വലിയ സ്കില്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് പ്രശ്നമല്ല. ഒരു ഫ്രഷറെ നമുക്ക് ഹയർ ചെയ്യാം. ആ സ്കില്ലില്ലാത്ത ആൾക്ക് സ്കില്ല് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. സ്കില്ല് വേറെ, ആറ്റിറ്റ്യൂഡ് വേറെ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു സ്വഭാവം, ഇത് നമുക്ക് മാറ്റിയെടുക്കൽ വലിയ പ്രയാസമാണ്. അത് അവരുടെ ഫാമിലി, അവർ ജനിച്ചു വളർന്ന സൊസൈറ്റി, ഇതൊക്കെ ഒരുപാട് വർഷങ്ങളെടുത്ത് അവരിൽ ഫോം ചെയ്തേക്കണതാണ് ഇത്തരം സ്വഭാവങ്ങൾ. അത് നമ്മളൊരു 2-3 മാസം കൊണ്ടൊന്നും നമ്മൾ ട്രെയിൻ ചെയ്താലൊന്നും അത് മാറാൻ പോണില്ല. സ്കില്ലില്ലാത്ത ഒരാൾ സ്കില്ല് നമുക്ക് പഠിപ്പിച്ചെടുക്കാം, പക്ഷേ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തുടക്കം തന്നെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു, ഇൻ്റർവ്യൂവിന് അവർ വഴുകി വരികയാണെങ്കിൽ അത്തരം കാൻഡിഡേറ്റുകളെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ടൈമാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഇൻ്റർവ്യൂവിന് പോലും സമയം കൃത്യമായിട്ട് പാലിച്ച് വരാത്ത ഒരാളാണെങ്കിൽ അവരെ നിങ്ങൾ ഹയർ ചെയ്യരുത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ടൈമിൽ പോലും അവർ പങ്ക്ച്വൽ അല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആ പോയിന്റ് മുതൽ അങ്ങോട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവാനേ സാധ്യതയുള്ളൂ. ബെറ്ററായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് ആറ്റിറ്റ്യൂഡ് പ്രശ്നം ഉണ്ടായുള്ള പ്രശ്നം. അത് അതേസമയം സ്കില്ലാണെങ്കിൽ വന്ന ടൈമിൽ കുറവായിരിക്കും, പിന്നെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണെങ്കിൽ. അപ്പോൾ സ്കില്ലും ആറ്റിറ്റ്യൂഡും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ ടൈം കൊടുത്തു, പിന്നെ ഒരിക്കലും അവർക്ക് റിമൈൻഡർ മെസ്സേജുകൾ അയക്കരുത്. ഇന്ന ഡേറ്റിൽ ഇന്ന സമയം ഇൻ്റർവ്യൂവിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അവരെ വിളിച്ച് ഓർമ്മിപ്പിക്കാനോ നിൽക്കരുത്. ചില ബിസിനസ് ഓണേഴ്സ് അത് ചെയ്യേണ്ടത്, നാളെ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ വന്നോട്ടോ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ റിമൈൻഡറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടുത്തെ അവസ്ഥ? ഇനി അങ്ങോട്ട് അവരുടെ ജോലിയിൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇവരെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പാടില്ല. സ്വന്തം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്യണ ആളാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂവിന് ഒരു ടൈമും ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിമൈൻഡർ മെസ്സേജ് അയക്കരുത് അവർക്ക്. അവരായിട്ട് തന്നെ സമയം ആ ഡേറ്റ് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇന്ന് ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഫോണിൽ സേവ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഡേറ്റ്. അത് സേവ് ചെയ്തിട്ട് ആ ടൈം കൃത്യമായിട്ട് പാലിച്ച് ഇൻ്റർവ്യൂവിന് വരിക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. അപ്പോൾ അവരത് കണ്ടറിഞ്ഞ് വരികയാണെങ്കിൽ അത് നല്ലൊരു കാൻഡിഡേറ്റാണ്. തോന്നിയ സമയത്തൊന്നും വന്നിട്ട് കാര്യമില്ല. ഇത് ആറ്റിറ്റ്യൂഡ് നല്ലതായിട്ടുള്ള ഒരാൾക്കേ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് തന്നെ അവർ കൊളാക്കി ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ആറ്റിറ്റ്യൂഡിൽ പ്രശ്നമുണ്ട്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട്. സ്കില്ലില്ലാത്തവരെ സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻ്റർവ്യൂ ടൈമിൽ തന്നെ ഒരാൾ വഴുകി വരികയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവാനേ സാധ്യതയുള്ളൂ, ഒരു 90-95%. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ട ടൈമിൽ പോലും ഇവർ ഉഴപ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ അടുത്തൊരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ ഹയർ ചെയ്യൽ എപ്പോഴും പതുക്കെ. ഹയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ പ്രോസസ്സായിരിക്കണം. ഫയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിലുള്ള പ്രോസസ്സായിരിക്കണം. പെട്ടെന്ന് ഹയർ ചെയ്യൽ പതുക്കെ ആയിരിക്കണം. ആളുടെ ആറ്റിറ്റ്യൂഡ് നോക്കി അവർക്ക് സ്കില്ലുണ്ടോ, ഇൻ്റർവ്യൂവിന് മുമ്പ് തന്നെ നമുക്ക് പല ഫിൽറ്ററുകളും ചെയ്യാം. വാട്സപ്പിൽ പല ടാസ്കുകൾ ചോദിക്കാം. അവർ മടിയുള്ള ആളുകളാണോ, ആക്ഷൻ എടുക്കാൻ ഒരുപാട് പുഷ് ചെയ്താൽ മാത്രം ആക്ഷൻ എടുക്കുന്ന ആളാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള അവസരമാണ്. അങ്ങനെ തരക്കേടില്ല എന്ന് തോന്നണവരെ മാത്രം ഇൻ്റർവ്യൂവിന് തന്നെ വിളിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമയവും ലാഭിക്കാം നിങ്ങൾക്ക്. എന്നിട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്താൽ മതി.
കാരണം ഉദാഹരണം ഇപ്പം നിങ്ങൾ വാട്സപ്പിൽ ഒരാൾ നിങ്ങളുടെ ജോബ് പോസ്റ്റിന് റിപ്ലൈ തരുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഈ ബയോഡാറ്റ മാത്രം ചോദിക്കാതെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടാസ്കും കൂടി ചോദിക്കുക. അവർ ഒരു ചെറുതായിട്ടൊരു പണിയെടുക്കേണ്ട ഒരു വോയിസ് ക്ലിപ്പോ എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോബിന് അർഹനാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്, ഒരു 30 സെക്കൻഡുള്ള ഓഡിയോ അയക്കുക എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടാസ്ക്. മറ്റേതെന്ന് പറഞ്ഞാൽ ബയോഡാറ്റ അയക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യം. അവർ ഏതെങ്കിലും ഫോൾഡറിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതങ്ങ് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യം. അപ്പോൾ ഈ രണ്ടാമത്തെ ടാസ്ക് നമ്മളിങ്ങനെ ചോദിക്കാൻ നേരത്ത് മടിയുള്ള ആളുകൾ ആരൊക്കെയാണ്, ഈ ജോലി ശരിക്കും സീരിയസ് ആയിട്ട് ആവശ്യമുള്ള ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് അവിടെ ഇൻ്റർവ്യൂവിന് മുമ്പേ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിൽ നിന്ന് മടിയില്ലാത്തവരെ തിരഞ്ഞെടുത്ത്, ഇപ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡ് ചെറുതായിട്ട് മനസ്സിലായി, ഇൻ്റർവ്യൂവിന് വരാൻ പറയുക, ഒറ്റ തവണ ഡേറ്റും ഇതും കൊടുക്കുക. ആ ഡേറ്റ് അവർ തന്നെ എവിടെയെങ്കിലും കുറിച്ച്, നമ്മൾ റിമൈൻഡർ മെസ്സേജ് അയക്കരുത്, അത് നമ്മുടെ പണിയല്ല, അവരുടെ പണിയാണ്. അവരുടെ പണി എന്താണെന്ന് മനസ്സിലാക്കി അവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹയർ ചെയ്യണത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പോയിന്റ് മുതൽ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ വഷളാവാനേ സാധ്യതയുള്ളൂ, നന്നായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ ആയിരിക്കണം ഹയറിങ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ലാഭിക്കുക, നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആറ്റിറ്റ്യൂഡ് വേറെ സ്കില്ല് വേറെ, രണ്ടും രണ്ടാണ്. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ്, നിങ്ങളെ കൊണ്ട് അത് സാധിക്കാനൊന്നും പോണില്ല. സ്കില്ലില്ലാത്തവരെ സ്കില്ല് പഠിപ്പിച്ചെടുക്കാം, അത് എളുപ്പമാണ്. നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവരെ സ്കില്ല് പഠിപ്പിച്ചെടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ആറ്റിറ്റ്യൂഡ്, ഒരാൾ എപ്പോഴും സമയം വഴുകുന്ന ഒരാളാണ്, ഒരു കാര്യം 3 തവണ പറഞ്ഞാലേ അവർ ചെയ്യും, ഒന്നും ഓർത്ത് വെച്ച് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളല്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇതൊക്കെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. മൊത്തത്തിലൊരു മടിയുള്ള ഒരാളാണ്. അപ്പോൾ അതൊന്നും നിങ്ങളുടേതായിട്ടുള്ള ജോബിന് നിങ്ങൾ ഉദ്ദേശിച്ച പോസ്റ്റിലായിട്ട് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഹയറിങ് എപ്പോഴും സ്ലോ പ്രോസസ്സായിരിക്കണം, ഫയറിങ് എപ്പോഴും വേഗത്തിൽ നടക്കേണ്ട സംഗതിയുമാണ്. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ വളരുള്ളൂ. ആറ്റിറ്റ്യൂഡും സ്കില്ലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർ, പുതിയ സ്റ്റാഫിനെയൊക്കെ എടുക്കുന്നവർ ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.